അനാവശ്യമായിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ സ്വീകരിച്ച രീതി എന്താണെന്ന് വെച്ചാൽ ലീഗലി, അതായത് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെ ഇതിൻ്റെ മുന്നിൽ നിയമപരമായി പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വീകരിച്ചത്. അവർ വീഡിയോൻ്റെ ഇടയിൽ എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ, ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് തൊപ്പിയാണ്. പക്ഷെ തൊപ്പി റിലേറ്റഡ് ഇഷ്യൂ ആണ്, പക്ഷെ തൊപ്പിയല്ല. കാരണം ആ ഒരു അപരാധം പിടിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നില്ല. കാരണം ഓരോ ദിവസവും അവരുടെ ഒരു കേസിൽ വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആണ്. ആൻഡ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അവരായി അവരുടെ യൂണിവേഴ്സായി. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹനാൻ ഷാനെ പറ്റിയാണ്. കാരണം ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവരൊരു കൂട്ടായി നിന്നിട്ട് അവരത് എത്ര മെച്യൂർഡായിട്ടാണ്, എത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് ആ ഒരു കാര്യം ഡീൽ ചെയ്തതെന്ന് ആലോചിക്കുമ്പം ഐ ഫീൽ സോ പ്രൗഡ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഹനാൻ ഷായിലൂടെ കണ്ടത്. ഒന്നാമത്തെ കാര്യം ക്ഷമ. നമ്മളെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിനെതിരെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം. ഓക്കെ, ക്യാമറ എടുക്കുന്നു, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ വണ്ടിയിൽ എന്നെ, എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം തൊപ്പീൻ്റെ കേസിലായാലും ഒരാവശ്യവും ഇല്ലാണ്ടാണ് ആ പെൺകുട്ടീനെ ഈ ഒരു വീഡിയോയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാര തേക്കുന്നതിനിടയ്ക്ക് ആ കുട്ടീനെ ഒരാവശ്യകത ഇല്ലാണ്ടാണ് ഇതിലേക്ക് വലിച്ചഴച്ചത്. അത് എന്താ പറയുക, അത് കാണുന്ന, അതായത് ഹനാൻ ഷാനെ ഇപ്പോൾ നമുക്ക് പണ്ടേ അറിയാം. ഒരു കുടുംബം, വലിയൊരു കുടുംബം, ഫ്രണ്ട്സ്, ഫാമിലി, അവരൊരുമിച്ച് ഷോ ചെയ്യുന്ന, അവരൊരു കുടുംബം പോലെ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ടീമാണ്. അതിൽ ഒരാളെ, അതും ഒരു പെൺകുട്ടീനെ പറ്റി സംസാരിക്കുമ്പോൾ അവരേതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യാം? അവരെത്ര ആൾക്കാരുണ്ട്, അവർക്ക് അത്രയും പേർക്ക് വന്ന് വീഡിയോസ് ഇടാം, അല്ലെങ്കിൽ തൊപ്പീനെ ചീത്ത വിളിച്ച് വീഡിയോ ഇടാം, ഷമീറിനെ ചീത്ത വിളിച്ച് വീഡിയോ ഇടാം, എന്തൊക്കെ ചെയ്യായിരുന്നു? അവർ നമ്മളെപ്പോലെ വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല, 20-25 ആ ഒരു ഇടയ്ക്കുള്ള ടീമാണ് ഇവരെല്ലാവരും. എന്നിട്ടും അവരെല്ലാവരും കൂടെ എത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇത്തരത്തിലൊരു കോൺട്രവേഴ്സി നിൽക്കുന്ന ഒരു കാര്യത്തിനെ ഡീൽ ചെയ്തത്, അല്ലെ? ആദ്യം അവർ ചെയ്യുന്ന പറഞ്ഞാൽ അവരെ ആ ഒരു പെൺകുട്ടീനെ പറ്റി പറയുന്ന ഒരു 5 മിനിറ്റോ 3 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ. സ്റ്റിൽ അവരത് സ്ട്രൈക്ക് അടിച്ച് അവരത് റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു. അത് പിന്നെ അങ്ങനെ തന്നെ വേണം. അതിനകത്ത് വലിയ കാര്യങ്ങളായിരുന്നല്ലോ ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർ ഒരുപാട് സമയം എടുത്ത് ആലോചിച്ച്, ക്ഷമയോടെ ആലോചിച്ച് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ കുട്ടീനെ ബാധിക്കാത്ത രീതിയിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതെങ്ങനെ അവതരിപ്പിക്കണം, ഇത് ആരോട് സംസാരിക്കണം, ഇതൊക്കെ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് അവസാനം അവർ ലീഗലി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവർ എം പിമാരെ കാണുന്നു, പോലീസ് DGPക്ക് കേസ് കൊടുക്കുന്നു, പിന്നെ രമേശ് ചെന്നിത്തല സാറിനെ കാണുന്നു, നേരിട്ട് പോയി സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ഓക്കെ, ഇപ്പോഴത്തെ നമ്മളെപ്പോലെയുള്ള നമ്മുടെ ജനറേഷനിലെ ആൾക്കാർ ശരിക്കും എന്താ പറയുക, ഹനാൻ ഷാൻ്റെ ഈ ഒരു POV കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോഴായാലും, ഇപ്പം നമ്മളെ ലൈഫിലായാലും സോഷ്യൽ മീഡിയയിലായാലും സെലിബ്രിറ്റി ലൈഫിലായാലും നമ്മളിപ്പോൾ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മളത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലൊരു ബാഡ് ഇതുണ്ടായി. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ നാളെ എനിക്ക് ഈ വന്ന അവസ്ഥ വേറൊരാൾക്ക് വരരുത് എന്നുള്ള രീതിക്ക് നമുക്ക് വീഡിയോ ഇടാം. അല്ലാണ്ട് ഒരാൾക്കെതിരെ ചെളിവാരത്തേക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുന്നു, അപ്പുറത്തോട്ട് വീഡിയോ ഇടുന്നു, ഇതൊന്നും പോരാണ്ട് മൂന്നാമതൊരാളെ, അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കൊണ്ടിടുന്നു. ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അതായത് എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക, അതാണ് റിയാക്ഷൻ. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുക, അതാണ് എൻ്റെ റിയാക്ഷൻ. പക്ഷേ ഇവിടെ ഹനാൻ ഷാ അവർ ഭയങ്കര, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നത്. അതേപോലെ അന്നത്തെ ആ ഒരു ദിവസം രാത്രിയിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യായിരുന്നു,
ബട്ട് നോ, ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. അവർ ഭയങ്കര മെച്യൂറായിട്ട് നമ്മളിപ്പോൾ വലിയ ആൾക്കാരെയൊക്കെ പോലെയാണ് അവർ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് അവരവരുടെ കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം വന്നു അത് മാപ്പ് പോലും അർഹിക്കാത്ത കുറ്റം ചെയ്തവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. അല്ലാണ്ട് അവർ ഇന്റേണലി പോയിട്ട് ചീത്ത വിളിച്ചാലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വഴക്കുണ്ടാക്കിയാലോ മാറുന്നതല്ല. അത് അവർക്കറിയാം. അവരത് മെച്യൂറായിട്ട് ലീഗലി മൂവ് ചെയ്തു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ കണ്ട് പഠിക്കണം നമ്മളെല്ലാവരും. കാരണം എന്ന് വെച്ചാൽ എടുത്തു ചാടരുത്. നമ്മളൊക്കെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഇത്തരത്തിലൊരു ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരാളെ കരിവാരത്തേക്കാൻ പോകുമ്പോൾ അത് വേറെ ആരെയൊക്കെ ബാധിക്കും, ഇത് മൂന്നാമതൊരാളെ ബാധിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ അയാളെ കൺസെൻറ്റ് എടുക്കണം, ഇത്തരത്തിലൊക്കെ ചിന്തിക്കുക. കാരണം ദിസ് ഈസ് സോഷ്യൽ മീഡിയ. ഇവിടെ പറഞ്ഞ ഒന്നും എങ്ങോട്ടും പോകത്തും പിടിക്കത്തൊന്നുമില്ല. ആൻഡ് നമ്മൾ കാരണം വേറൊരാളുടെ ജീവിതം ഇല്ലാണ്ടാവരുത്. നമുക്ക് മുന്നേ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക. ആൻഡ് ഇങ്ങനെയും നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും പ്രതികരിക്കാം എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ മക്കളോടായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കുഞ്ഞുമക്കൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടായാലും ഈ തൊപ്പി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഷമീർ എന്ന് പറയുന്നതോ നിങ്ങൾക്ക് പറ്റിയ റോൾ മോഡലോ കാര്യങ്ങളോ ഒന്നുമല്ല. അവരൊക്കെ കാരണം ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നുണ്ട്. സോ അവരൊന്നും നിങ്ങൾക്ക് പറ്റിയ റോൾ മോഡലും കാര്യങ്ങളൊന്നും അല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒരുപാട് ആലോചിച്ചിട്ട് നമുക്കൊരു സമയത്ത് നമുക്ക് നല്ല ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലും നമുക്കത് പ്രതികരിക്കാൻ പറ്റും. പക്ഷെ ആലോചിക്കുക, ചിന്തിക്കുക. ആ ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യം കാരണം വേറൊരാളുടെ ലൈഫ് ഇല്ലാണ്ടാവരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.